ഹലോ ഗായ്സ്, അപ്പം മാർക്കറ്റിലേക്ക് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വന്നൊരു വീഡിയോ ആണിത്. അപ്പം കുറേ കാലമായിട്ട് അടച്ചിട്ട മാർക്കറ്റാണ് ഇത്. ഇപ്പോൾ ഈ അടുത്ത് തുറന്നോ പിന്നെ വേണ്ട ഇത് മിഠായി കാര്യങ്ങളൊക്കെ, ജിലേബി, ജാഗിരി ഇങ്ങനത്തെ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഇവിടെ നല്ല റേറ്റ് കുറവ് കിട്ടും കേട്ടോ. പച്ചക്കറിയൊക്കെ ഇവിടെ കുറേ കാലമായിട്ട് അടച്ചിട്ടായിരുന്നു ഈ പാസിൻ്റെ ഇഷ്യൂ കൊണ്ട്. ആസാമിലെ ആൾക്കാർ പാസില്ലാതെ വന്നിട്ടൊക്കെ ഇവിടെ കച്ചവടം നടത്തിയിട്ടൊക്കെ ആയിട്ട് അവർ ഇവിടെ അടച്ചിട്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പാച്ചക്കും കാര്യങ്ങളൊക്കെ ആയി രണ്ടാമത് തുറന്ന് ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി മേടിക്കുന്നത്. പച്ചക്കറി, ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ സാധനവും കിട്ടും. നമ്മളെ ഇവിടെ മറ്റേ അരി, പരിപ്പ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ റേറ്റ് കുറച്ച് കിട്ടും. ഡ്രസ്സുകൾ, സുരേഷ് ഭായി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റേറ്റിനും കാര്യങ്ങളും. റേറ്റ് കുറവുള്ളടുത്തേ മേടിക്കുള്ളൂ. ഇവിടെ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് എല്ലാ കടയും മറ്റേ നമ്മൾ പണ്ട് മേടിച്ച ബില്ലും ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം എവിടെയാണ് കുറവുള്ളതാണ്. ഇത് കണ്ട ഇവിടെ വെറൈറ്റി ഇതാണ് ലാവ് എന്ന് പറയുന്ന സാധനം കേട്ടോ. അത് ലാവ് എന്ന് എന്താണ് പറയുക കറക്റ്റ് എനിക്ക് അറിയില്ല പ്രൊനൗൺസിയേഷൻ. ഇത് കുമ്ര എന്ന് പറയുന്ന ഒരു സാധനം. നമുക്ക് അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ കാണിച്ചു തരുമ്പോൾ വെറൈറ്റി ഐറ്റംസ് കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പേരെന്താ, ഇതാണ് ജീക്ക എന്ന് അവരെ പറയുന്നത്. നമ്മുടെ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല. ഇതെന്താ ബൂൽ എന്ന് പറയുന്ന സാധനം. ഇവിടെ പറയുന്ന പേരുകളാട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഇതാണോയെന്ന് നമുക്കറിയില്ല. ഇത് മറ്റേ ജീക്കേൻ്റെ ചെറിയൊരു സൈസ് സാധനമാണ്. കുറേ സാധനങ്ങളുണ്ട്. നമ്മളെ നാട്ടിൽ കിട്ടുന്നുണ്ട്. വഴുതന, കയ്പ സാധനങ്ങളൊക്കെ ഉണ്ട്. തക്കാളി, മുളക്. ഇതെന്താ സാധനം, ഇതിൻ്റെ ചിരിച്ചോണ്ടിരിക്കുന്നൊരു ഫ്രൂട്ട്, ഇതിൻ്റെ പേരെന്താ, നമ്മളെ സ്ക്വാഷ്. ഇതിൻ്റെ കറക്റ്റ് പേരുകൾ അറിയാമെങ്കിൽ പറയട്ടോ. ഇത് നമ്മളെ ഇതാട്ടോ, ഒരു ബാത്ത് കേരള എന്നാണ് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പച്ചക്കറി, ക്യാപ്സിക്കത്തിൻ്റെ റേറ്റ് ചോദിക്കാൻ വന്നാൽ അവിടെ 130 രൂപയാണ് ക്യാപ്സിക്കത്തിന് കിലോന് പറയുന്നത്. റേറ്റ് കൂടുതലാണ് ചില സാധനത്തിനൊക്കെ. നമ്മൾ ഈ ക്യാപ്സിക്കം അങ്ങനത്തെ സാധനത്തിനൊക്കെ വില കൂടുതലായി. ഈ പ്രാവശ്യം മുളകിനും റേറ്റ് കൂടുതലാണ്. മുളകിന് എത്ര 130, 150 പറഞ്ഞു. ലാസ്റ്റ് 130 നമുക്ക് കിട്ടി. ചില ഐറ്റംസിന് നല്ല കുറവായിരിക്കും, ചില ഐറ്റംസ് നല്ല കൂടുതലായിരിക്കും. പക്ഷേ ഇത് അരുണാചലിൽ റേറ്റ് നോക്കുമ്പോഴാണ് കേട്ടത് കുറവ്. നമ്മുടെ നാട്ടിലെ മീനും റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുമായിരിക്കും. ഇപ്പം അത്യാവശ്യം തക്കാളിക്ക് 25. പട്ടൽ നല്ല സാധനം കേട്ടോ കാണുന്നത്. അവിടെ തക്കാളി തൊട്ടപ്പുറത്ത് നമ്മുടെ മറ്റേ ഈ പലചരക്ക് കട, നമ്മൾ ചെറിയ അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ലക്ഷ്മി എല്ലായിടത്തും റേറ്റ് ചോദിച്ചു നോക്കാം കേട്ടോ. എവിടെയാണ് റേറ്റ് കുറച്ച് കിട്ടുക, കുറച്ചെങ്കിലും റേറ്റ് എവിടെയെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് സാധനം മേടിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ. ഇതൊരു ഉച്ച സമയം ആയതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാർ വന്ന് കയറും ഇവിടെ. ഈ അരുണാചലിലെ റേറ്റ് കുറച്ച് ഇവിടെ കിട്ടുന്നതിനെ കൊണ്ട്, മാർക്കറ്റ് റേറ്റ് പറഞ്ഞാൽ ഇവർ നേരിട്ട് വന്ന് ഇവിടെ സെയിൽ നടത്തുന്നതിനെ കൊണ്ടേ റേറ്റ് കുറയും. മറ്റേ ഉണക്കമീനാട്ടോ ഇത്. ഉണക്കമീനും നമ്മുടെ അവിടെ കിട്ടുന്ന ചില ഫിഷുകളൊക്കെ കിട്ടും. എന്നാലും ഇത് അത്ര ഒരു അവിടുത്തെ നമുക്ക് കിട്ടുന്ന ആ ടേസ്റ്റ് ഈ സാധനത്തിനില്ല. കഴിഞ്ഞ ദിവസം മേടിച്ച് കഴിച്ചു നോക്കിയായിരുന്നു. ഒരു വല്ലാത്ത സ്മെല്ലാണ്. നമ്മുടെ അവിടെ ഒരു അത്രയും ഒരു ഈ ഉണക്കമീൻ ഇത്ര ഒരു സ്മെല്ല് നമുക്ക് അവിടെ ഇല്ല. അവിടെ ഒരു കെട്ട മണം, അത് കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഈ മണം കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കോഴിയാണ് ഇവിടെ ഉള്ള ഒരു കോയിലർ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെടുത്തൊരു സാധനമാണ്. മുട്ട ഉണ്ടായാലും ഇറച്ചിക്കും വേണ്ടി പറ്റുന്നൊരു സാധനമാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടല്ലേ ചൂല്, ബാമ്പൂലെ ചൂല്, കവറുകൾ, ഉണക്കമീൻ. അവിടെയാണ് റേറ്റ് എന്നൊക്കെ നോക്കി. സുരേഷ് ഭായിക്ക് നമ്മളന്ന് മേടിച്ച പോലത്തെ ഒരു ഇന്നർവെയർ മേടിക്കണം എന്ന് പറയുന്നത്. അന്നത്തെ വീഡിയോ സുരേഷ് ഭായി കണ്ടായിരുന്നു. മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ വഴി സുരേഷ് ഭായിൻ്റെ ഫ്രണ്ടിനെ കണ്ടു.
ഇനി സംസാരിക്കുക. അവിടെ റേറ്റ് കുറവുണ്ടോ എന്ന് ചോദിക്കുക. കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. അപ്പം പുള്ളിയോട് അവിടെ നിന്ന് റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. വഴുതന ഉണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മറ്റേ നമ്മളെ ഈ കൃഷിപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചെരുപ്പുകൾ കേട്ടോ അവിടെ. കൃഷിക്ക് പറയുന്ന ചെരുപ്പ് വേണമെന്നാ. ചെരുപ്പ് കുറേ കാലമായിട്ട് വാങ്ങണം, ഇവിടേക്ക് വരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് എന്നോട്. പണിയുടെ തിരക്കിൽ വരാൻ പറ്റുന്നില്ലേ, അപ്പം ചെരുപ്പ് എടുത്തെടുക്കാൻ വേണ്ടി പറയാം. ഇങ്ങനത്തെ ചെരുപ്പാണ് സുരേഷ് ഉപയോഗിക്കുന്നത്, ഈ വള്ളി ചെരുപ്പ് പോലത്തെ. അപ്പോൾ ഞാൻ അവിടെ ഒരു ഈ കാലിൽ മുള്ളു പോലത്തെ എന്നുള്ള ഓർത്തോ ഹെർബ് പോലത്തെ, ഓർത്തോ ഹെർബ് അല്ല, ഒറിജിനൽ കമ്പനി ഒന്നല്ല, ഓർത്തോ ചെരുപ്പുകളില്ലേ, ആ ചെരുപ്പ് പോലത്തെ ഒരു ചെരുപ്പ് നമുക്ക് കിട്ടി. കാണിച്ചെടുത്തോ, അത് എടുത്തോട്ടോ ഞാൻ പറഞ്ഞപ്പോൾ. കുഴപ്പമില്ല, പക്ഷെ അത് ഒരു ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല. 100 രൂപയ്ക്കാണ്, 100 രൂപയുടെ ചെരുപ്പുകളാണ് അതൊക്കെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി അതിനുള്ളത്. ഇഷ്ടം പോലെ ചെരുപ്പുണ്ട് കേട്ടോ. റേറ്റ് കുറവുണ്ടാവുക. 400, 450, 500 പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ അതൊരു 100, 120, 200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ കാലിട്ടേക്കുന്നത് ഒരു 220 രൂപ അങ്ങനെ എന്താ കൊടുത്തത് ഞാനന്ന്. എന്നോട് പറഞ്ഞത് 550 രൂപ അങ്ങനത്തെ റേറ്റാണ് പറഞ്ഞത്. നമുക്ക് ഇന്നർ വെയർ മേടിക്കാൻ പോവാം. തുണികൾ കണ്ടില്ല, എല്ലാ സാധനവും കിട്ടും. ഷർട്ട്, ലേഡീസ് ഡ്രസ്സുകൾ, കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം റേറ്റ് കുറവാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കയറി ചെന്നപാട് ചോദിക്കുന്ന ആ റേറ്റിന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റേറ്റ് കുറവിലൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കണം. അവരൊരു റേറ്റ് പറയും, നമ്മളതിൻ്റെ ഒരു 2-3 ഇരട്ടി റേറ്റ് കുറച്ച് പറയും. നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ സംസാരിച്ച് ബാർഗെയിൻ ചെയ്യുന്ന കഴിവ് പോലെ ഇരിക്കും നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത്. പക്ഷേ ഇന്നലെ വേറെ നോക്കുകയാണ്. നമ്മൾ അന്നത്തെ വീഡിയോ സുരേഷ് ഭായി കണ്ടായിരുന്നു. സുരേഷ് ഭായി പറഞ്ഞു എനിക്കൊരു ഇന്നർ എടുക്കണം, നമുക്ക് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അത്ര ക്വാളിറ്റിയുള്ള സാധനം തന്നെ കേട്ടോ. ഒരു കോട്ടൺ ആണെന്ന് അവർ പറയുന്നത്. അങ്ങനെ റേറ്റ് അവർ പറയാം 150 രൂപയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇന്നർ വെയറിൻ്റെ വില 150. നമ്മളന്ന് മേടിച്ചത്ര 250. അതിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു കേട്ടോ. 150 അവർ പറയുന്നത്. സുരേഷ് ഭായി ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സുരേഷ് ഭായി പറയുന്നത് 100 രൂപയ്ക്ക് തരുമെന്നാണ് ചോദിക്കുന്നത് ഒരു പീസ്. $250 രൂപ കൊടുത്തു കേട്ടോ. 2 എണ്ണത്തിനും കൂടെ 50 രൂപ മേടിച്ചിട്ട് സുരേഷ് ഭയ്യ ചില്ലറുണ്ടോ നോക്കുക. 50 കൊടുത്തിട്ട് 10 രൂപ കൊടുത്തു, 210 രൂപ കൊടുത്തു. ഒന്നിന് 105 വെച്ചിട്ട്. ഇതാട്ടോ ഇവിടുത്തെ ബാർഗെയിൻ സിസ്റ്റം. ഇങ്ങനെ ബാർഗെയിൻ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടുമോ നോക്കാം. എന്നോട് ചോദിക്കായിരുന്നു എൻ്റെ കയ്യിലുണ്ടോ, ഞാനും പറഞ്ഞ ചില്ലറല്ലാതെ. അങ്ങനെ 105 രൂപയ്ക്ക് ഒരു ഇന്നർ വെയർ മേടിച്ചു. അപ്പോൾ നമുക്ക് നമ്മളെ വെജിറ്റബിൾ ബാക്കി എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കാം കേട്ടോ. കുറേ നടക്കാനുണ്ട്. ഇവിടെ പല പല സാധനങ്ങൾ കിട്ടും. മീറ്റുകൾ തന്നെ പലതരം ഉണ്ട്. ഫിഷുകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. കേട്ടോ നമ്മുടെ ബില്ല്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ ബില്ലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. टमाटर रेट കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. मोबाइल का कवर मिलेगा, ये बैटरी मिलेगा. गाड़ी कहाँ है? गाड़ी നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വരും. എന്തെങ്കിലും ഓടിയാ
माणूस भाडा शेत होईल ना यस तो ये डोर ओपन करेगा सुरेश भैया और ऐसे उसको यहाँ में आके यहाँ में डालेगा ഇങ്ങനെ സുരേഷ് ഭായി ഞാനും കൂടെ മാർക്കറ്റ് ചെയ്ത് വന്നിരിക്കാൻ ഹൈക്കറ സുരേഷ് ഭയ്യ പിന്നെയും പോയിരിക്കാം സാധനം ആണെന്ന് കറക്റ്റ് സാധനം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കുറച്ച് കിട്ടും ഇവിടെ റേറ്റ് കുറച്ച് കാരണം നമുക്ക് അരുണാചലിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് വരുമ്പോൾ ഇവിടെ സാധനം കിട്ടും ഞങ്ങൾ സുരേഷ് ഭയ്യ അങ്ങോട്ട് പോയിട്ടുണ്ട് പുള്ളി അവിടെ പോയി നോക്കും അവിടെ നിന്നാണ് നോക്കി ഇവിടെ നിന്നാണ് ലോഡ് ചെയ്യുന്നുണ്ടോ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ സാധനം മിസ്മാച്ച് ആവുമോ അങ്ങോട്ട് മാറ്റിയിട്ടാണ് അറിയാമല്ലോ ഇത്രയും സാധനം മേടിച്ചിരിക്കുന്നത് നമ്മളെ ഇത് വെറും മൂന്ന് ദിവസത്തേക്കുള്ള സാധനം നമ്മൾ മേടിച്ചിരിക്കും 3 ദിവസത്തേക്കുള്ള സാധനം നമ്മൾ മേടിച്ച് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ദോയ്മുഖിലാട്ടോ നമ്മൾ വന്നേക്കുന്നത് നമ്മളിനി അടുത്ത ദിവസം നമ്മൾ ഹാർമോത്തി ഇന്ദ്രദേവ മാർക്കറ്റിലൊന്നും പോകും കേട്ടോ റെയിൽപ്പാളാണ് കാണുന്നത് അങ്ങനെ ഞാനും സുരേഷ് ഭയ്യയും കൂടെ പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച് ഫാക്ടറിയിലേക്ക് പോവാണ് വളരെ വില കുറച്ച് കിട്ടി സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഓക്കെ ബായ്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്